പേര് പൊടിയൻ അല്ലേ? പൊടി. വേറെ പേരൊന്നുമില്ലേ? ബാബു എന്നാണോ പേര്? ഇത്രയും നല്ല പേരിട്ടിട്ടാണ് നടരാജ നീ പൊടി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്തായാലും കുഴപ്പമില്ല, പൊടിയും നല്ല പേര് തന്നെ. പിന്നെ പൊടി, നമ്മുടെ ഈ പാർട്ടിയിൽ ആവശ്യത്തിൽ കൂടുതൽ മെമ്പർമാരെ ഞങ്ങൾ ചേർക്കാറില്ല. കാരണം നമ്മുടെ പാർട്ടിയുടെ ഒരു നയം അതാണ്, കുറച്ച് മെമ്പർ കൂടുതൽ പ്രവർത്തനം. പിന്നെ ഇതിപ്പോൾ നടരാജൻ്റെ ഭയങ്കര റെക്കമെൻഡേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാനിത് എടുക്കാമെന്ന് തീരുമാനിച്ചത്. ഇനിയിപ്പോൾ അത് പ്രസിഡന്റിനോടൊന്ന് പറയണം. പിന്നെ പൊടി വേറെ എന്ത് പരിപാടി? വേറെ എന്തെങ്കിലും കൃഷിപ്പണിയൊക്കെ? കൃഷിയാ? കൃഷി അറിയാല്ലേ? അത് വേണം. നമ്മുടെ പാർട്ടി ചേർന്ന് കഴിഞ്ഞാൽ കൃഷി മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിയിൽ എപ്പോൾ അടിയന്തരമായിട്ടൊരു മീറ്റിംഗ് വിളിച്ച് പറഞ്ഞാലും ചെയ്തോണ്ടിരിക്കുന്ന കൃഷിയൊക്കെ അവിടെ കളഞ്ഞിട്ട് നേരെ വന്നോളണം മീറ്റിങ്ങിന്. പിന്നെ മരിക്കാൻ വരെ തയ്യാറായിട്ട് വേണം പാർട്ടിയിൽ ഇറങ്ങാൻ. ചിലപ്പോൾ ചില സമരങ്ങൾ നമ്മൾ ഞാൻ പറയില്ലേ, ജീവൻ മരണ പോരാട്ടം പോലീസുമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ വേണ്ടി വരും. പിന്നെ അത് കണ്ട് എനിക്ക് അവിടെ മുറിഞ്ഞ് ഇവിടെ മുറിഞ്ഞെന്ന് പരാതിയായിട്ടൊന്നും വരരുത്. വരില്ലല്ല? അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നടരാജ, നിന്റെ ഫുൾ ഉത്തരവാദിത്വത്തിലാണ് കാര്യങ്ങൾ. ഏറ്റല്ലോ നിങ്ങൾ ബന്ധുക്കളാണ് ഇടയിൽ എന്റെ വകയില് ഒരു മാമന്റെ മോൻ, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കുടുംബക്കാരും കൂടെ വേറെ പാർട്ടി ഉണ്ടാക്കി നമ്മളെ പുറത്താക്കുവോ? പിന്നെ ഒരു ഫോട്ടോ വേണം, അല്ല 3 ഫോട്ടോ വേണം. ഇപ്പൊ പറഞ്ഞ എനിക്കൊന്ന് ചിരിച്ചേ. മതി പ്രസന്റിന് കൊടുക്കാൻ. നീ എന്താ ഇവിടെ ഇരിക്കണേ? ഇതിന്റെ അകത്ത് പോയി ഇരിക്കേ. വേറെ ആവശ്യമായിട്ട് പോയിക്കാ. ഇത് പാർട്ടിയിലെ പുതിയൊരു മെമ്പറാ. നിന്റെ പണി കഴിഞ്ഞോ? പണിയപ്പോ അകത്ത് പോയിരിക്കും ഫാൻ്റെ മൂട്ടില്. എവിടെ പോകണം എല്ലാരും കൂടെ? ചായ എടുക്കട്ടെ? നിങ്ങൾ വന്നേ. ചായ എടുക്കാൻ? അയ്യോ ഞങ്ങൾക്ക് ചായ ഒന്നും വേണ്ട. എന്ത് ചൂടല്ലേ? ഗസ്റ്റായിട്ട് വന്നിരിക്കണ ആള് ഇതല്ലേ? ഞാനേ വന്നപ്പോ മുതൽ നോക്കണേണ്. നല്ല രസമുണ്ട് കേട്ടാ. എന്തോരം ഉണ്ട്? എവിടെന്നാ എടുത്ത? എവിടെന്ന് കിട്ടിയപ്പോ പൈസ? 1 പവനൊക്കെ മേടിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം തൊഴിലുറപ്പ് ചെയ്ത കാശ് വന്നപ്പോ ഞാൻ തൊഴിലുറപ്പിന്റെ പൈസ കൊണ്ട് മേടിച്ചാണോ? അപ്പൊ വീട്ടിൽ കൊടുത്തില്ലേ? പിന്നെ 5 പ്രാവശ്യം വീട്ടിൽ കൊടുക്കില്ലേ? അതൊന്നും കൊടുക്കുന്നില്ല. ഞങ്ങൾ പണിയെടുത്തേ ഞങ്ങൾ ഈ സ്വർണം മേടിക്കുകയും പലിശക്ക് കാശ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പണിയെടുത്തിട്ട് എന്തുകൊണ്ട് നിനക്ക് ഇതുവല്ല മേടിക്കലുണ്ടോ? നീ ഞാനെന്ത് ചെയ്യാനാണ് ചേച്ചി? ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണ്ടേ? അപ്പൊ കെട്ടിയാൻ ചോദിക്കുമ്പോ എന്ത് പറയും? ഞാൻ ചോദിക്കണ കാശ് തരില്ലെന്ന് പറയും. അവര് പോയി പണിയെടുക്കട്ടെ. അല്ല, അവര് പോയി പണിയെടുക്കട്ടെ. നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചാണ്. അവര് കൊണ്ട് തരുമല്ലോ. അത് കഴിച്ചെടുക്കും. കൊണ്ട് തന്നില്ലെങ്കിലോ? കഴിച്ചെടുക്കൂല. അപ്പൊ പിള്ളേരുടെ കാര്യം? അങ്ങനെ നേരത്തെ കൊടുത്തിരിക്കും. കഴിച്ച് കൊച്ചിന് കൊടുത്തിരിക്കും. അങ്ങനെ ഭാഗത്തിരിക്കും. ഈ സമയത്ത് അവിടെ നിന്നൊക്കെ മേടിച്ച് വേവിച്ചു കൊടുത്തിട്ടാണ് അയാൾ പണിക്ക് പോകാത്ത. അതെങ്ങനെയാണ്? ഇവക്കടെ കെട്ടി എന്റെ ആ മത്തക്കണ്ണിന്ന് 2 തുള്ളി കണ്ണീര് വരുമ്പോ ഇവള് അവിടെ അത് വീണ് പോകും. വെറുതെ ഞങ്ങളൊരു ചായ കുടിക്കണേ. ഭയങ്കര ചൂട്. ജോലി കഴിഞ്ഞോ? കുടിച്ചോ? ചായ വേണമെന്നാ? വേണ്ട ചായ വേണ്ട. ഞാൻ ഇച്ചിരി കസേര ഒന്ന് ഇച്ചിരി ഒന്ന് ഉടുപ്പൊക്കെ ഞാൻ മാറ്റിക്കോളാം. എന്താ വിളിച്ചോ? ഒന്നുമില്ല. ഞങ്ങ വരുമ്പോ സമയത്ത് നടപ്പിനൊരു കുറവില്ല. നടപ്പ് കടന്നവർക്ക് ഭയങ്കര പണിക്ക് കൂട്ടുമ്പോ ചേച്ചി എന്നാ പിന്നെ നമുക്ക് നാളെ കാണാം. ആയിക്കോട്ടെ. മതി ഇല്ല ഇപ്പൊ വരണ്ടല്ലോ. കേൾക്കൂലേ നിനക്ക് പറഞ്ഞാല്? കുറച്ചൊക്കെ ഒരു ബോധം വേണം. നിങ്ങൾക്ക് കുറെ ബോധം വേണം. നീ ആരാണെന്ന് നിനക്ക് എന്തെങ്കിലും ഒരു തിരിച്ചറിവുണ്ടോ? എന്ത് തിരിച്ചറിവ്? വീട്ടിലും ആൾക്കാർ വർത്താനം പറയുന്നത്. അതെ, ഞാൻ നിന്റെ കാര്യമാണ് പറഞ്ഞത്, വന്ന ആൾക്കാരുടെ കാര്യമല്ല. നീ എന്നെ പോലെ ഒരു പ്രമുഖന്റെ ഭാര്യയാണെന്നുള്ള കാര്യം മറക്കല്ലേ. ഞാൻ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? അവിടെ നിന്ന് ആരാന്നറിയാം? അത് പാർട്ടിയിൽ പുതിയ മെമ്പർഷിപ്പ് എടുക്കാൻ വന്ന ഒരു അണിയാണ്. അതിന് അയാളെ നോക്കിയാൽ ചിരിച്ചു കാണിച്ചല്ലോ. അതിനിപ്പോ എന്താ കുഴപ്പം? ചിരിച്ചതോ? ഇങ്ങനത്തെ വൃത്തിയായിട്ട ഈ കോലത്തിലൊക്കെ അയാളുടെ മുമ്പ് കൂടെ വന്ന അയാൾ എന്ത് പറയാം? അവൻ ഇനി പോയി 10 ആളുടെ അടുത്ത് പറയില്ലേ അവൻ ഈ മെമ്പർഷിപ്പ് വേണ്ടെന്ന് വെച്ചാലോ? അയ്യേ, ഇങ്ങനെയുള്ള വൃത്തിയായിട്ട് ആൾക്കാരൊക്കെ ഉള്ള ആളാണെന്നൊക്കെ വിചാരിച്ചാൽ
അത് മറ്റേ ആ ഞാൻ എവിടെ പോയതാന്ന ക്ലിറ്റോന്റെ വിചാരം? നീ എവിടെ പോയാലും പോയി വരുമ്പോ ഒരു വൃത്തി മെനയോട് കൂടി വരണ്ടേ? ഈ ഷർട്ടും ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട ആൾക്കാർ നിനക്ക് പുറകെ വശത്തോട് കയറി വന്നുകൂടായിരുന്നോ? എന്നാ ഞാനൊരു കാര്യം ചെയ്യും, നാളെ മുതൽ ഇവിടുന്ന് പുറത്തിറങ്ങാതിരിക്കാം. നിങ്ങൾ കുടുംബത്തിലെ കാര്യം നോക്കോ? എനിക്ക് ഇത്രയും സൗന്ദര്യമൊക്കെ ഉള്ളൂ. തുടങ്ങി എന്തായാലും പറഞ്ഞ ഉടനെ കുടുംബത്തിലെ കാര്യത്തിലേക്കായി. പിന്നല്ലേ നിങ്ങൾ ചെയ്യാത്തോണ്ട് ചെയ്യാൻ വേണ്ടി പോണതാ ഞാൻ, നിങ്ങൾക്കും കൂടി വയറ് നിറയ്ക്കാൻ വേണ്ടിട്ട്. ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്താലും ഞാൻ പറയണത് കുറച്ചൊക്കെ ഒരു വൃത്തിയായിട്ട് നിന്നൂടെ നിനക്ക്? ഈയർത്ത് കുളിച്ച് ആ കോലത്തിൽ അയാളെ വേർത്ത് കുളിക്കും ക്ലിറ്റോ, പണിയെടുക്കാൻ പോയാൽ വേർത്ത് കുളിക്കൊക്കെ ചെയ്യും. നിങ്ങൾ മേലെ എങ്ങാതെ ഇവിടെ നിന്ന് തിന്നണ്ടെന്ന് എന്റെ കൂടെ വന്ന ആ 2 പെണ്ണുങ്ങൾ അവർക്ക് ഇത്രയും ഇതില്ലല്ലോ, അവർ കുറെ കൂടെ വൃത്തി. അത് തന്നെ പറഞ്ഞ അവർ നടക്കണോ? സ്വർണ്ണവും മാലയും ഒക്കെ കിട്ടുന്ന പൈസക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാം. ഞാനോ അപ്പൊ എനിക്ക് ഇങ്ങനെ നടക്കാനേ പറ്റുള്ളൂ. നീ ദൂർത്തടിച്ചോ? നീയായിട്ട് കുറയ്ക്കണ്ട. ദൂർത്തടിക്കാൻ എന്റെ എവിടെ നിന്ന് കിട്ടും? എന്തായാലും പറഞ്ഞ ഉടനെ അങ്ങ് തുടങ്ങിക്കോണം. പിന്നെ ചെലവായി, പിന്നെ തിന്നണ കാര്യമായി, അത് ഇതായി. ഞാൻ ഇവിടെ നിന്ന് ഒന്നും കഴിക്കുന്നില്ല. പ്രശ്നം കഴിക്കണോ കഴിക്കാത്തതല്ല ക്ലീറ്റോ, ഞാൻ നിങ്ങളുടെ കഷ്ടപ്പാടിലൊക്കെ കൂടെ നിൽക്കണത്. എന്റെ കഷ്ടപ്പാടിൽ കൂടെ നിൽക്കുന്ന കാര്യമല്ല ഞാനിപ്പോ പറഞ്ഞത്. എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ഭാര്യയെന്ന് എനിക്ക് ഒരാളോട് പരിചയപ്പെടുത്തുമ്പോ എന്റെ ഭാര്യ അതിന്റെ വൃത്തിക്കും ആ ഇതിലായിട്ട് നിൽക്കണം. അല്ലാതെ ഒരുമാതിരി കോലം കെട്ടി നാണക്കേടാണെങ്കിൽ പരിചയപ്പെടുത്തണ്ട ക്ലീറ്റോ. നാണക്കേടിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ആദ്യമായിട്ട് ഒരാൾ കാണുമ്പോ നമ്മളൊന്ന് വിലയിരുത്തൂലേ അവര്. ഇനി മുതല് തങ്കം പണിക്ക് പോയിട്ട് നിങ്ങൾ ജീവിക്കുമെന്ന് വിചാരിക്കാം. വേണ്ടടി, നീ ഇനി ഞാൻ ഇവിടെ ഒന്നും തിന്നുന്നില്ല. പ്രശ്നം തീരുമല്ലോ. നിനക്ക് അതാണല്ലോ നിന്റെ പ്രശ്നം. എന്ത് പറഞ്ഞാലും അതങ്ങ് തിന്നുന്നില്ല. എന്റെ ചോര കൊണ്ട് നിങ്ങൾ തിന്നണ്ട. എനിക്ക് വേണ്ട, ഞാനൊന്നും തിന്നാൻ നിൽക്കില്ല. പട്ടണി കിടന്ന അതിൽ അന്തസ്സുണ്ട്. പിന്നെ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെയല്ലോ. ഞാൻ ഇനി ഫോണും ചാർജ് ചെയ്യുന്നില്ല. അലക്സേട്ടാ, ഇത് ഇങ്ങനെ ഓർമ്മിപ്പിക്കണ്ട. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എത്തിക്കോളാം. സമയം എനിക്കറിയാം. ഞാൻ വരാം എത്തും. ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്. ചോറൊന്നും വേണ്ടേ? വന്ന് ഭക്ഷണം കഴിക്കാൻ. എനിക്ക് വേണ്ട. അതാ വേണ്ടാത്തത്? ഞാൻ അധ്വാനിച്ചിട്ടില്ലല്ലോ. ഞാൻ അധ്വാനിക്കുമ്പോഴാവട്ടെ, അപ്പൊ ഞാൻ കഴിച്ചോളാം. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല, അധ്വാനിക്കൂലല്ലോ. അതുകൊണ്ടാ. ഇല്ല, ഞാൻ കഴിക്കാതിരുന്ന പ്രശ്നം തീരുമല്ലോ. ഒരുപാട് ജാടയിടാതെ വന്ന് കഴിക്കും. ഇച്ചിരി ജാടയാന്ന് കൂട്ടിക്കോ, എനിക്ക് വേണ്ട. വിശക്കൂന്ന്. വിശന്നോട്ടെ. നിങ്ങൾക്കും കൂടിയുള്ള സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നും കൂടി കഴിച്ചോ, നാളെ മുതൽ കഴിക്കണ്ടെന്നാ. അയ്യോ, എന്തിനാ ഇപ്പൊ അങ്ങനെ? ഇന്നേ അങ്ങ് കഴിക്കാതായ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇച്ചിരി നേരത്തെ ആ ശീലം അങ്ങ് തുടങ്ങും. ക്ലീറ്റോ, കുഞ്ഞു പിള്ളേരെ പോലെ വാശി കാണിക്കല്ലേ. ഒരുപാട് ഭംഗി രസമില്ല ഇതൊന്നും കാണാൻ. എനിക്ക് ഇച്ചിരി വാശി കൂടുതലാന്ന്. എഴുന്നേറ്റ് ക്ലീറ്റോ. എനിക്ക് വേണ്ട, ആവശ്യമില്ല. അങ്ങനെ നിങ്ങളുടെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതാ നിങ്ങൾക്ക് വേണ്ടാത്തോണ്ട് തന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾക്ക് തല്ലു വെച്ചിട്ടുണ്ട് നമ്മള്. ആയിക്കോട്ടെ, തല്ലുപടി. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഞാൻ ക്ഷമിച്ച് നിനക്ക് അതൊരു ശീലമായി. ക്ലീറ്റോ എന്താ ക്ഷമിച്ചത്? അപ്പൊ എന്നെ പറഞ്ഞതാ. ക്ലീറ്റോ എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്ന നാണക്കേടാന്ന് പറഞ്ഞപ്പോ ഞാൻ അതുള്ള കാര്യം തന്നെ പറഞ്ഞ. ആണെങ്കിൽ ആയിക്കോട്ടെ, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ. ഞാനിപ്പോ കഴിച്ചില്ല, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നിനക്ക് വേണേ നീ കഴിക്കുക, അല്ലാതെ എന്നെ കൂട്ടാൻ നിൽക്കണ. നീ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്ക് എന്ത് വേണോ ചെയ്യാം. അങ്ങനെ സ്വന്തം തനിഷ്ടപ്രകാരം ഒന്നും ഇവിടെ ജീവിക്കാൻ പറ്റൂല. ഞാനല്ലേ അവനവനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിനക്ക് നിന്റേതായ തീരുമാനങ്ങൾ എടുക്കാം, എനിക്ക് എന്റേതായ തീരുമാനങ്ങൾ എടുക്കാം. പ്രത്യേകിച്ച് ഞാനീ പറഞ്ഞ മാതിരി വേറെ ജോലിക്കൊന്നും പോകണില്ല, വരുമാനം ഇല്ല, കുടുംബം നോക്കാത്ത ഒരുത്തൻ. ആരെങ്കിലും ക്ലീറ്റോൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടി? ആയിക്കോട്ടെ, അത് വേണ്ടല്ലോ. എന്നാ പിന്നെ ആ വർത്താനം ഒന്നും പറയണ്ട. ഞാനിനി അധ്വാനിച്ച് കൊണ്ടുവന്നതിന് ശേഷമേ ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കണുള്ളൂ. അത് ഞാൻ എടുത്ത തീരുമാനമാണ്. അത് നടക്കില്ല. നടക്കില്ല. ഭക്ഷണം കഴിച്ചോളണം. എഴുന്നേക്ക്. അങ്ങനെ അത്താഴപ്പട്ടിണി കിടന്നിട്ട് തമാശ കളിക്കാതെ പോയെ. എനിക്ക് ഇച്ചിരി സ്വസ്ഥത തരുമോ നീ? ക്ലീറ്റോ, സോറി. മനുഷ്യൻ, നീ ഒന്നും പറയണ. നീ പോ. ക്ലീറ്റോ, അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിന് ക്ലീറ്റോ എന്തിനു വാശി പിടിക്കണം? എനിക്ക് വാശി ഇല്ല. പോട്ടെ, ഞാൻ ക്ഷമിച്ചു. നീ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ ക്ഷമിച്ചു. പ്രശ്നം. പക്ഷെ എനിക്ക് ഭക്ഷണം വേണ്ട. ഭക്ഷണം എനിക്ക് അങ്ങോട്ട് ഇറങ്ങൂല. അത് തന്നെ കാര്യം. ഓരോരുത്തരുടെ മാനസികാവസ്ഥ ഓരോ രീതിയിലാണ്. പറയുമ്പോ വായി തോന്നണം എല്ലാം വിളിച്ച് പറയും. മനുഷ്യനെ മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ട് പിന്നെ വരികയാണ് സോറി പറയാൻ. നമ്മളെന്നും ഒന്നിച്ചിരുന്നല്ലോ. ആയിക്കോട്ടെ. ടക്ലിമോനെ, എന്തോ വന്നേ. എന്തിനാ കൊച്ചിനെ വിളിച്ചു വരുത്തണേ? അവളും കൂടി അറിയട്ടെ. കൊച്ചു വലുതായി.
നിന്റെ ഡാഡിക്ക് ഇന്ന് ഭക്ഷണം ഇറങ്ങൂലെന്നാ പറഞ്ഞേ. ഡാഡി എന്തുവാ ഡാഡി? വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എനിക്കും വിശക്കണുണ്ട്. ഡാഡിക്ക് വിശപ്പില്ല, അതല്ലേ വിശപ്പില്ലാത്ത വയറ്റിലോട്ട് എങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ ഇറക്കി വിടണേ? എന്താ രാത്രി വിശപ്പില്ലാത്ത? ഡാഡിയുടെ മനസ്സും നിറഞ്ഞിരിക്കുകയാണ്, വയറും നിറഞ്ഞിരിക്കുകയാണ്, ഭയങ്കര സന്തോഷത്തിലാണ് ഡാഡി. അതുകൊണ്ടാണ് എന്തുവാ ഡാഡി? എനിക്ക് ദേഷ്യം വന്നിട്ട് വിശന്നിട്ട് പാടില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ദേഷ്യവും ഇല്ല വിശപ്പും ഇല്ല. അതാ ഒന്നുമില്ല. ഡാഡിക്ക് ആരോടും ദേഷ്യവും ഇല്ല. ഡാഡിക്ക് ഇപ്പൊ ദേഷ്യമൊക്കെ ഡാഡിയോടാ. പിന്നെ വാ കഴിക്കാം. ഇല്ലടി വിശപ്പില്ല ഡാഡിയെ. ഡാഡി ഇന്ന് വ്രതത്തില. അതാ ഡാഡി കഴിക്കാതിരിക്കണം. ഞാൻ വ്രതം എടുക്കാം. ഞാനിങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു പോയി, ഞാൻ ഇന്ന് വ്രതമാണ്, ഇന്നൊന്നും കഴിക്കില്ല. നാളെ ഡാഡി നാളെ കഴിക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ക്ലീറ്റോ കഴിക്കൂലല്ലോ ഇനി. ഞാനിന്നിപ്പോ വ്രതമാണല്ലോ. വ്രതമാകുമ്പോ എങ്ങനെ കഴിക്കുന്നത്? വ്രതം അല്ല എന്നുള്ളത് എനിക്കും ക്ലീറ്റോന് നല്ല വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതൊന്നും പറയണ്ട. ഇന്ന് ക്ലീറ്റോ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇനി തങ്കത്തിന്റെ കൈ കൊണ്ട് ക്ലീറ്റോ ഒരു ഭക്ഷണം കഴിക്കും. വേണ്ട, ഞാൻ എന്റെ കൈ കൊണ്ട് എടുത്ത് കഴിച്ചോളാം, പ്രശ്നം തീരുമല്ലോ. പക്ഷെ ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല. ഞാൻ വ്രതം എടുത്തിരിക്കുകയാണ്. നോയമ്പ ഡാഡി. ഓ എന്താ പറയണേക്കെ നല്ല കുട്ടിയായിട്ട് മോള് ഭക്ഷണം കഴിച്ചിട്ട് ഡാഡിയെ പറഞ്ഞില്ല. നാളെ ഡാഡി ഒരുമിച്ചിരുന്ന് കഴിക്കാം. പോയി കഴിക്കാം. വിശപ്പില്ലാത്തവര് കഴിക്കണ്ട. ഇവിടെ ഇരുന്നേ. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. വെള്ളത്തിലെടുക്കല്ലേ ഒരുപാട്. അപ്പനും മോളും കൂടി അങ്ങനെ തോപ്പിക്കാൻ നോക്കിയാൽ തോക്കൂല. എന്തത്ര നേരത്തെ പോണേ? ക്ലീറ്റ രാവിലെ എന്നിട്ട് തന്നെ വിളിക്കാൻ എന്താന്ന്? നിങ്ങക്ക് ചായ വേണ്ടേ? നിങ്ങൾ എങ്ങോടെ പോണേ? ഞാൻ അമേരിക്ക വരെ പോവാ. എല്ലാം കഴിഞ്ഞിപ്പോ അമേരിക്കയിലോട്ടായി. ഇന്ത്യ നിങ്ങളെ കുറെ പെണ്ണുങ്ങളെ കൂടെ ചേർന്ന് നശിപ്പിച്ചോണ്ടിരിക്കുവല്ലേ. നിങ്ങക്ക് ചായ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. ഞാൻ പോണ വഴിക്ക് ട്രംപിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചോളാം. എന്നാ പിന്നെ അവിടെ സ്ഥിരതാമസാക്കാൻ പറ്റുമോ നോക്ക്. ചിലപ്പോ ഞാൻ ഓടി. നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എന്തായാലും ഇവിടത്തെ കാലം സമാധാനം ഉണ്ടാവും. ക്ലീറ്റ് ഇപ്പൊ എങ്ങോട്ടാ പോണേ? അമേരിക്കക്ക് എങ്ങോട്ടെങ്കിലും ആണോ? ഞാൻ എവിടെ പോയാൽ നിനക്കെന്താ? നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. എന്ത് ബുദ്ധിമുട്ട്? നിങ്ങൾ എന്തെങ്കിലും കുഴപ്പം കാണിക്കും. കുഴപ്പം കാണിച്ചാൽ നീ അന്വേഷിക്കാൻ വരായിരുന്നു. ക്ലീറ്റ് എവിടെ പോവാന്ന് പറയാൻ. ഞാൻ പോയിട്ട് വൈകിട്ട് വരും, അത്രേ അറിഞ്ഞാൽ മതി തൽക്കാലം. അങ്ങനെ അറിഞ്ഞാ പോരാ. എന്താ? ഞാൻ നിങ്ങളുടെ ഭാര്യ ആണെങ്കിൽ എനിക്ക് അറിയണം എവിടെ പോണാന്ന്. ഭാര്യയുടെ സ്ഥാനത്ത് നിന്നാ മതി. ഇനിയിപ്പോ എല്ലാ കാര്യങ്ങളും ഭാര്യമാരോട് പറയണമെന്ന് ഒരിടത്ത് എഴുതി വെച്ചിട്ടൊന്നുമില്ല. എന്നാ പറയണ്ട, ഭക്ഷണം കഴിച്ചിട്ട് പോക്കോ. ഭക്ഷണം ഞാനേ അധ്വാനിക്കണ കാശ് കൊണ്ട് ഞാൻ മേടിച്ച് കഴിച്ചോളാം. അതാകുമ്പോ ദഹിക്കും. അപ്പൊ നിങ്ങക്ക് വേണ്ടേ ഭക്ഷണം? എനിക്ക് വേണ്ട. എന്താ തീരുമാനിച്ചേക്കണേ? ക്ലീറ്റോ, നിങ്ങൾ എന്ത് രാവിലെ തല്ലു പിടിക്കാൻ വരില്ല എന്നോട്? ഇന്നലത്തെ വാതേന്ന് ഇറങ്ങിയില്ലേ നിങ്ങക്ക്? കർത്താവെ, മര്യാദക്ക് പോവാൻ പോയി എന്റെ പിറകെ വന്ന് നിന്നിട്ട് കോലിട്ട് ഇളക്കിട്ട് ഞാനങ്ങ് പോയേക്കാം. പ്രശ്നം തീരുമല്ലോ. ക്ലീറ്റോ ഭക്ഷണം കഴിച്ചിട്ട് പോ. ഞാൻ പിന്നെ എനിക്ക് വേണ്ട നിന്റെ ഭക്ഷണം. ഞാൻ പിന്നെ ആർക്ക് വേണ്ടിട്ട് ഉണ്ടാക്കണ ക്ലീറ്റോ? ഒറ്റയ്ക്കിരുന്നു ഭക്ഷണം. ക്ലീറ്റോ, ഞാൻ ഇന്നലെ വെറുതെ പറഞ്ഞതാ. മനുഷ്യന് സമാധാനം അല്ലാതെ എന്തിനു ഭക്ഷണം കഴിക്കുന്നു? ക്ലീറ്റോ നിക്കാൻ. നീ നിന്റെ ജോലി നോക്കടി. അമ്മേ വാ. നിക്ക്. ഡാഡി എന്താ വിളിച്ചിട്ട് കിട്ടാത്തെ? നീ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നേ. ഞാൻ ഡാഡി ഇല്ലാതെ എണീക്കൂല. നിനക്ക് ചോറൊന്നും വേണ്ടേ? ഇനി വേണ്ട. ഡാഡി വന്നോളൂ. മോൻ വാ. വരട്ടെ. അക്കിളി, നിനക്ക് വിശക്കണില്ലേ? ഡാഡി എന്താ വരാത്തെ? ഡാഡി വരും, കുഞ്ഞു വാ. ആണ് വരണത്ത് വയ്ക്കാം. എന്ത് ദൈവമേ. എന്റെ ദൈവമേ, എന്റെ ക്ലീറ്റോ മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇത്രയും നേരം എവിടെ പോയിരുന്നു? ചെറിയ ആവശ്യങ്ങളൊക്കെ പോയിരുന്നു. ഈ ഫോൺ ബെല്ലടിക്കുമ്പോ ഒന്ന് എടുത്താലെന്താ ക്ലീറ്റോ? ഹായ്, ബിരിയാണി. ഡാഡി ബിരിയാണി ക്ലീറ്റോ. ഡാഡി. ക്ലീറ്റോ അവിടെ നിന്നെ ചോദിക്കട്ടെ. ക്ലീറ്റോ, ക്ലീറ്റോ,
ക്ലീറ്റോനോട് ഞാൻ ചോദിക്കുന്നത് ഇത്ര നേരം എവിടെയായിരുന്നു എന്ന്. നിനക്ക് എന്താ മിണ്ടോട്ടം മുട്ടിപ്പോയോ ക്ലീറ്റോ? ക്ലീറ്റോ അമ്മ എന്താ? എനിക്ക് എത്ര എടുത്താ നല്ല മണമുണ്ട്. നീ ബിരിയാണി കണ്ടിട്ടില്ല ഇതുവരെ? കണ്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. എടുത്തു തരാന്ന് പറഞ്ഞല്ലോ. അമ്മ എടുത്ത് താ അമ്മ. പറ ക്ലീറ്റോ എവിടെ പോയി പൈസ എവിടുന്നാന്ന് പറയാന്ന്. ബിരിയാണി തന്നിട്ടുണ്ടെങ്കിൽ വിഷമം തീരുവോ? എനിക്ക് വിശക്കണം. ബിരിയാണി തരാം, എടുക്കട്ടെ. ഞാൻ അതിൽ തന്നെ കഴിച്ചോളാം. എന്താ നീ തന്നെ കഴിച്ചോളാന്ന്? എനിക്ക് പ്ലേറ്റ് വേണ്ട. പിന്നെ പ്ലേറ്റിൽ വേണ്ട, എടുക്കട്ടെ. അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുമോ? അധികം ഉണ്ട്. എങ്കിൽ ഞാൻ ഫുള്ള് കഴിച്ചോളാം. ഇലയിൽ പൊതിഞ്ഞതുണ്ട്. വാ. വേണ്ട, അത്ര എനിക്ക് വേണ്ട. വേണ്ട, നീ കഴിച്ചോ. വേണ്ട, അമ്മയും കഴിച്ചു. അമ്മയ്ക്ക് വേണ്ട. പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട്. കൊണ്ടുപോ, അത്ര ഞാൻ കൊണ്ടുപോ. ഇന്ന് ഡാൻസ് കളിക്കല്ലേ, ഇത് അമ്മ തരാം. ഇത്രയൊന്നും ഞാൻ കഴിക്കില്ലേ. ഇത്ര ഞാൻ കഴിക്കൂല. നിന്റെ വിഷമം കണ്ടപ്പോ കഴിക്കുന്നാണല്ലോ വിചാരിച്ചത്. ക്ലീറ്റോ എവിടെയായിരുന്നു ക്ലീറ്റോ? നിങ്ങൾ എന്തൊന്നും മിണ്ടൂല്ലേ? വല്ല വ്രതത്തിലാണോ? അല്ലേ, എത്രത്തോളം ഉണ്ടായിരുന്ന അത്രത്തോളം സമാധാനം നിനക്ക് കിട്ടുമല്ലോ. കൊള്ളാമോ? വേണ്ട മക്കള്, ഇല്ല വേണ്ട. ക്ലീറ്റോ ഈ പൈസ എവിടുന്ന കിട്ടിയ? ഞാൻ മോഷ്ടിച്ചു. അതിനുള്ള ധൈര്യമൊന്നും നിങ്ങൾക്കില്ലാന്ന് എനിക്കറിയാം. പറയുന്നത് എവിടുന്ന കിട്ടിയത്? ഇതൊന്നും പറയില്ലാന്ന് വെച്ചാൽ വലിയ പാടാണ് കേട്ടോ. രാവിലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എത്ര നേരം നിങ്ങളുടെ ഫോണിന് എന്താ പറ്റിയത്? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോൺ എടുത്തോളണമെന്ന്. എടുക്കാൻ പറ്റാത്തൊരു തിരക്കിലായിരുന്നേ, അതുകൊണ്ടാ. എന്താ കഴിച്ചത്? കഴിക്കാൻ എന്തെങ്കിലും തരട്ടെ? കഞ്ഞിയുണ്ടോ? ബിരിയാണി തന്നെയല്ല, പിന്നെ എന്തിനാ കഴിക്കാൻ? ബിരിയാണി ഉണ്ട് എനിക്ക്. ഇച്ചിരി വെള്ളം ഒഴിച്ച് കഞ്ഞി തന്നാൽ മതി. ഓരോ തോന്നൽ. ഇത്ര നാളും കഞ്ഞി ഇഷ്ടമല്ലായിരുന്നു, അപ്പൊ കഞ്ഞി കുടിക്കണം. വേണ്ട, ഡാഡിക്ക് വേണ്ട. മോള് കഴിക്കേ, മക്കൾ കഴിച്ചോ. കഞ്ഞിക്ക് കറിയൊന്നുമില്ല. കുഴപ്പമില്ല, ഇച്ചിരി ഉപ്പിട്ട് തന്നാ മതി. ഉപ്പിട്ട് തന്നാ മതി. ക്ലീറ്റോ പൈസ എവിടുന്നാ കിട്ടിയെന്ന് പറ ക്ലീറ്റോ. ദൈവത്തെ ഓർത്ത്. ക്ലീറ്റോ എവിടെയായിരുന്നു ഇത്ര നേരം? എന്തായാലും അത് സത്യസന്ധമായ പൈസ തന്നെ, ഞാൻ അധ്വാനിച്ച പൈസയാ. എന്ത് ചൂടുണ്ടേ? പറയേ, ഇനി പറയേ. ക്ലീറ്റോ എവിടെ പോയതാന്ന് പറയാൻ. ഇടത്തെ കൈ കൊണ്ട് കുടിക്കണത്? എന്നും വലത്തെ കൈ ഉണ്ടല്ലോ, ഇടത്തെ കൈ നമ്മള് മറക്കാൻ പാടില്ലല്ലോ. ഇടതും വലതും വേണം. ദൈവമേ, കൈ നോക്കട്ടെ, പിന്നെ പിടിക്കാൻ നോക്കട്ടെ. മെല്ലെ പിടിക്ക. അതെ, ദൈവമേ, ഇത് നല്ലോണം പുള്ളി. ഇത് എന്താ പറ്റിയത് ക്ലീറ്റോ? അതെ, ഞാനേ ഇതെന്താ പറ്റിയതെന്ന് ഞാനൊരു അലക്സിന്റെ കാറ്ററിങ്ങിന്റെ കൂടെ മുതൽ പോയി തുടങ്ങി. അപ്പൊ ബിരിയാണി ചെമ്പ് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചപ്പോ പൊള്ളിയതാ. എന്തിനീ ആവശ്യമില്ലാത്ത പണിക്ക് പോണത് ക്ലീറ്റോ? അല്ല, നമ്മള് പറയില്ലേ, അധ്വാനിക്കേണ്ട നമ്മൾ അധ്വാനിച്ചല്ലേ പറ്റൂ. വീട്ടിൽ വെറുതെ കയറി ഇരുന്നാല് ആൾക്കാരെ കൊണ്ട് ഇതിനെ വെറുതെ പേര് ദോഷം സാരില്ല. ഇല്ല, അത് ചെറിയ ഇത് ഇട്ടിട്ടുണ്ട്, തേനും ഇതൊക്കെ ഇട്ടതാ. ഞാൻ കോരിത്തരാം. വേണ്ട, ഞാൻ കഴിച്ചോളാം. വേണ്ട വേണ്ട, സാരില്ലാന്ന്. പാടായോ? മോള് കഴിക്കും, ഞാൻ എടുത്ത് കഴിക്കാൻ തങ്കം. പിന്നെ പൊള്ളിയ വേദന എടുക്കാതിരിക്കും. വേദനയൊക്കെ ഉണ്ട് മക്കളെ. പണിക്കൊന്നും പോണ്ടേ? ഓ, എന്ന് പറഞ്ഞ എങ്ങനെയാ? അതെ, നമ്മളെ ജീവിതത്തിൽ നമ്മൾ കുറേ വേദനകളൊക്കെ സഹിച്ചാലേ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെ മോളെ? ഡാഡി വീട്ടിൽ കയറി ഇരുന്നാൽ ഓരോരുത്തർ കുത്തുവാക്ക് പറയില്ലേ, ഡാഡി ഒരു പണിക്കും പോകണില്ല, ഒരു പൈസയും കൊണ്ടുവന്നില്ല, വീട്ടുകാര്യം നോക്കുന്നില്ല, ഒന്നിനും കൊള്ളാത്തവനാണ്. ഡാഡി ഉണ്ടല്ലോ, പെട്ടെന്ന് ഈ ബിരിയാണി ചെമ്പ് ഇറക്കി വെക്കും എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കയറി അങ്ങ് പിടിച്ച്, ഓർത്തില്ല ചൂടാന്നുള്ള കാര്യം. അപ്പോൾ പൊള്ളിയതാ. ഭാഗ്യം കാലിൽ കൂടെ വീഴാത്ത. എല്ലാരും പേടിച്ചു കാലിലൊക്കെ വീണു. എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിട്ടല്ലേ ഇതിനൊക്കെ പോയത്? ഏയ്, അതെന്താ നീ അങ്ങനെ പറയാം?
ഞാൻ പറയല്ലേ ആലോചിച്ച് നോക്കിയപ്പോൾ തങ്കം പറയണതിലൊക്കെ കാര്യമുണ്ടല്ലോ. നമ്മൾ വെറുതെ ഇവിടെ കയറി ഇരിക്കുമ്പോൾ നിനക്കും അതൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യണേ? ഇപ്പം ഒന്നുമില്ലല്ലോ, ഇത് ചെറിയ പൊള്ളല്ലേ, ഇതിപ്പോൾ മരുന്ന് വെച്ചിട്ടുണ്ട്, മാറും. ആ നാളെയും ജോലിക്ക് പോകണമെന്ന് ഡാഡിയോട് അവർ പറഞ്ഞേക്കണേ. വേണ്ട പോണ്ട ഡാഡി പ്ലീസ്. ആ ഇനിയിപ്പോ സാരമില്ല, ശീലമായി കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കോളും. versus Alien.